ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫീലിങ്സ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അവരുടെ മനസ്സിലേക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് പറയുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ജഡ്ജ്മെന്റ്, ഏസ് ഓഫ് വാൻഡ്സ്, 5 of swords, Knight of cups, the world energy, 8 of cups, 2 of cups, 3 of cups, Knight of swords, 5 of pentacles, death and rebirth, temperance, hanged man, fool energy, devil energy, sun, queen of pentacles, knight of pentacles. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് കാർഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏത് രീതിയിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നവരാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ലവേഴ്സ് എനർജിയാണ്. ഈ ഒരു സമയത്ത് അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയം അതെല്ലാം ഇവർ ഭയങ്കര വിലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായൊരു സ്നേഹം, ഒരു അടുപ്പം, ഭയങ്കരമായൊരു കണക്ഷൻ അത് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ ഘടനയൊക്കെ വീണ്ടെടുക്കണം. ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ ഒരു ഘടന കൊണ്ടുവരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ട്രക്ചർ വേണം. ഈ ആടി ഉലയുന്ന ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിലേക്കാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാ രീതിക്കും ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു റീസ്റ്റാർട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദന എന്താണോ അതൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സണും മനസ്സുകൊണ്ട് ഈ ഒരു സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അനുഭവത്തിൽ നിന്നൊക്കെ അവർക്ക് ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്ന് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുവന്ന് എത്തിക്കണം. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയം. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് നീതിപൂർവമല്ല ഈ ഒരു വ്യക്തി പ്രവർത്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ന്യായമായ രീതിയിൽ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ പങ്കിടണം എന്ന് ചിന്തിക്കുന്നവരാണ്. ന്യായപൂർവമല്ലാതെ നിങ്ങളിൽ നിന്ന് സ്നേഹം ഇവര് നിഷേധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു നിഷേധിച്ചിരുന്ന കാര്യത്തിൽ ഇവർക്ക് മനസ്സുകൊണ്ട് ഒരുപാട് പെയിൻ, ഒരുപാട് വേദന അതെല്ലാം ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു പെയിനിൽ നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ആ ഒരു പെയിനിൽ തന്നെ നിൽക്കുക എന്നൊരു എനർജി അല്ല ഇവിടെ കിട്ടുന്നത്. ആ ഒരു പെയിനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, കാരണം ഇവിടെ ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തിരിച്ചറിവുകൾ വന്നിട്ട് അവിടെ നിന്നും ഒരു മാറ്റം അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നത്.
നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും വ്യക്തികളോ അല്ലെങ്കിൽ മറ്റ് ഫാമിലി സിറ്റുവേഷൻസോ ഫ്രണ്ട്സോ നിങ്ങളുടെ എന്താണോ സിറ്റുവേഷൻ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ നിങ്ങളിലേക്ക് സ്നേഹം പ്രകടിപ്പിക്കാതെ മാറിപ്പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവുകളിലൂടെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം തരേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അതിന്റെ ഒരു full of responsibility എന്ന് പറയുന്നത് അവരുടേതാണ്. അവരാണ് കൂടുതലായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് എനർജി ആണ്. നിങ്ങൾക്ക് ഒരു നീതി നൽകി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീബർത്ത് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവർ എന്താണ് ചെയ്യേണ്ടത്? ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാലോ എന്നുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന പേഴ്സന്റെ എനർജി കിട്ടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇവർ ചിന്തിക്കുന്നതും കൂടെയുള്ള ഒരു കാര്യം ഒരു പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി പെട്ടെന്നൊരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു പ്രശ്നം അല്ലായിരിക്കും നിങ്ങൾക്കിടയിൽ. അത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു തുറന്ന സംസാരം എന്ന് പറയുന്നത് കുറച്ചൊരു സ്ട്രഗിളിംഗ് സിറ്റുവേഷൻ ആണ്. പക്ഷെ എങ്കിലും ഒന്ന് എഫേർട്ട് എടുത്താലോ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരുപക്ഷെ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കണം എന്നില്ല. കാരണം നിങ്ങൾക്കായിരിക്കും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വേദനകൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഇവർ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു നിലപാടും എടുക്കാതിരുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പൊ അവരുടെ മനോഭാവത്തിൽ എന്തായാലും ആ ഒരു മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഒരു രീതിക്കും ഒരു എഫേർട്ടും എടുക്കാതെ മാറി നിന്ന ഒരു വ്യക്തികളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ മനസ്സിൽ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ അവർ നിങ്ങളും അവരുമായിട്ട് ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ആ ഒരു സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവരും കൂടെ എഫേർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല അവരും കൂടെ. അതിനു വേണ്ടി അവരൊരു ഗൈഡൻസ് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ അവരിപ്പോ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ എവിടെ നിന്നെങ്കിലും ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അത് അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയോടുകൂടി ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സ് നിറയെ ഒരു സ്നേഹവുമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം. ഇവർ എത്രത്തോളം സ്പീഡിലാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് അതിന്റെ ഇരട്ടി വേഗത്തിൽ തന്നെ ആ ഒരു സ്നേഹവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം എന്നുള്ള രീതിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും എല്ലാ രീതിക്കും സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെയാണ് റിലേഷൻഷിപ്പിൽ കാണുന്നത്. അവരെ നോക്കി കാണുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ വേൾഡ് എനർജി ആണ്. ഒരു സന്തോഷം സമൃദ്ധി എല്ലാം തികഞ്ഞ രീതിയിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചൊരു ജേർണി അല്ലെങ്കിൽ അവരുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിക്ക് അവരിപ്പോ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു സമയത്ത് അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങൾ ഒക്കെ വന്ന സമയത്ത് അതിൽ എന്തിലേക്ക് തിരിയണം എന്നൊരു കൺഫ്യൂഷൻ സ്റ്റേജ് നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് വന്നിരുന്നു. അത് നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ തെറ്റായ തീരുമാനമായിരുന്നു അത്. അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ആ ഒരു തെറ്റായ തീരുമാനം തിരുത്താനും ഇനി എന്തൊക്കെ ഓപ്ഷൻസ് മുന്നിൽ വന്നു എന്ന് പറഞ്ഞാലും അതെല്ലാം അവർ കണ്ടില്ല എന്ന് തന്നെ നടിക്കുകയാണ്. കാരണം അവർക്ക് വേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ടും ആ ഒരു സ്നേഹവും ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ട് അവരുടെ സ്നേഹവും അവർ നിങ്ങളിലേക്ക് തരാൻ തന്നെയാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ട്. നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും കപ്പ് എനർജി ആണ് വന്നിരിക്കുന്നത്. പരസ്പരം ആ ഒരു സോൾ കണക്ഷൻ വീണ്ടും ഒന്ന് ബിൽഡ് ചെയ്യണം. പൂർണ്ണമായിട്ട് നിന്നുപോയി നശിച്ചുപോയ രീതിയിലുള്ള ബന്ധമൊക്കെ ആണെങ്കിൽ പോലും അവിടെ നിന്നും ഒരു റീസ്റ്റാർട്ട് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. ഒരു സെലിബ്രേഷൻ ഒരു കമ്മിറ്റ്മെന്റ്. നിങ്ങളിപ്പോ വിവാഹത്തിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള വിവാഹ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് സംസാരിച്ച് ഒരു ക്ലാരിറ്റി വരുത്തി ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നടത്തണം. എല്ലാ രീതിക്കും വളരെ പെട്ടെന്ന് തന്നെ ഒരു സെലിബ്രേഷൻ ഒക്കെ ലൈഫിൽ കൊണ്ടുവരണം. വളരെ ഫാസ്റ്റ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എന്തായാലും വന്നിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് അവര് നിങ്ങളിലേക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനുമായിട്ട് അതിപ്പോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നേരിട്ട് കാണാൻ വരുന്ന വ്യക്തികളായിരിക്കാം. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം
ചിലപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കൂടെ ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജോ അല്ലെങ്കിൽ ഫോൺ വഴിയൊക്കെ ആയിരിക്കാം. ബ്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് എല്ലാം അവർ മാറ്റാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ already പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ കണ്ടിരുന്ന വ്യക്തികളാണ്. എന്നാൽ ഇപ്പോ അവർ ഒറ്റയ്ക്ക് struggle ചെയ്യാണ് അവരുടെ ലൈഫിൽ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരിപ്പോ ചിലപ്പോൾ ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ പോയ കാര്യം എന്തായാലും അവർ നേടിയിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രത കാര്യങ്ങളൊക്കെ അവർ നേടി. പക്ഷേ അവർക്കത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അത് അവർക്കൊരു സന്തോഷം നൽകുന്നില്ല. അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ വേണം എങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളോടൊരു ജസ്റ്റിസ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം എങ്കിൽ മാത്രമാണ് അവർക്കും ആ ഒരു ഹാപ്പിനെസ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിലെ ഈ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഡെത്ത്, ഒരു പൂർണ്ണ അവസാനം, അവിടെ നിന്നും ഒരു റീബർത്ത്, പൂർണ്ണമായിട്ടും ആ ഒരു പെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും ഒരു റീബർത്ത് കൊണ്ടുവരണം. അതുപോലെ അവരുടെ മനസ്സിലുള്ള സ്നേഹം അത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് നൽകണം. ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, സ്നേഹം എന്ന് പറയുമ്പോഴേക്കും മനസ്സിലുള്ള സ്നേഹം മാത്രമല്ല എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അതെല്ലാം നിങ്ങളുടെ വ്യക്തിയിൽ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്നുണ്ട്. കാരണം ഇതുവരെ അവർ അങ്ങനെയൊന്നും കൂടുതലായിട്ട് ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൊക്കെ ഭയങ്കരമായ ഒരു കുറ്റബോധമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തോന്നിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും നിങ്ങളുടെ മുന്നിലേക്ക് വരാനും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവര് ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റു പറയാനും ഒരു forgiveness അത് തന്നെയാണ് കാണിക്കുന്നത്. ഒരു forgiveness നടത്തി നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സ്നേഹബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് അതാണ് ആ ഒരു റീസ്റ്റാർട്ടിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇനി ഫ്യൂച്ചറിലേക്കോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രസന്റ് സിറ്റുവേഷനിലേക്കോ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം എന്ന് വെച്ചാൽ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുക. വളരെ കെയർഫുൾ ആയിട്ട് ആ ഒരു പൊട്ടിപ്പോയ ഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് റിപ്പയർ ചെയ്തെടുത്ത് വീണ്ടും റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബ്യൂട്ടി ആ ഒരു പാസ്റ്റിൽ അതായത് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ബ്യൂട്ടി റീസ്റ്റോർ ചെയ്യുക. അതിനുശേഷം നല്ല രീതിക്ക് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ നിങ്ങൾ എടുത്തിരുന്ന എഫേർട്ടിന്റെ പകുതി ഇവർ എടുത്താൽ മതി എന്ന് പോലും ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങളായിരിക്കാം ഒരുപാട് എഫേർട്ട് ഈ റിലേഷൻഷിപ്പിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഇത്രത്തോളം എടുക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും കുറച്ചെങ്കിലും എടുക്കാൻ ഇവർ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ സക്സസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യങ്ങളിലാണ് ഇവർ എല്ലാ രീതിക്കും മനസ്സുകൊണ്ട് ഇപ്പൊ പ്രിപ്പയർ ആവുന്നത്. ഇവിടെ ടെമ്പറൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിലൊക്കെ ഇവർ എല്ലാ രീതിക്കും ചിന്തിച്ച് മനസ്സുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ ഒരു സിറ്റുവേഷനെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ മാറിപ്പോയ സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവരുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഇവർ മാറിപ്പോയിരിക്കുന്നത്. ഇവർക്ക് ചില സിറ്റുവേഷൻസ് എന്തെങ്കിലുമൊക്കെ ട്രാപ്പിലോ മറ്റോ ഒക്കെ അകപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തോ ഒക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവര് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ഡൗട്ട്സ് ഒക്കെ തോന്നി നിങ്ങൾ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും ഇവര് നിങ്ങളുടെ മുമ്പിലേക്ക് റിവീൽ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യാനും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തില് ആ ഒരു റീകൺസിലേഷൻ ആണ്. ആ ഒരു റീകൺസിലേഷൻ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും നിങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സോടു കൂടി തന്നെ ഇവർ തയ്യാറെടുക്കുകയാണ്. ഈ ഒരു സമയം അവർക്ക് വളരെ അൺകണ്ടീഷണൽ ഒരു ലവ് ആണ് നിങ്ങളിലേക്ക് തോന്നുന്നത്. അതുപോലെ പൂർണ്ണമായും നിങ്ങളെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ സ്പ്ലിറ്റ് ആവാനായിട്ടുള്ള കാരണം? ഇവരായിട്ടാണ് മാറിപ്പോയിരിക്കുന്നത് എങ്കിൽ പോലും അങ്ങനെ ഇവർ മാറിപ്പോകാനായിട്ട് എന്തായിരുന്നു പ്രവർത്തിച്ചിരുന്ന കാരണം? ആ ഒരു കാരണത്തിൽ എത്രത്തോളം സത്യമുണ്ട്? ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് സിറ്റുവേഷന്റെ എനർജി ഏത് രീതിയിലാണ് ഇവരിലേക്ക് എഫക്റ്റ് ആയത്? ഇവരെങ്ങനെയാണ് അതിലേക്ക് പോയത്? അത് ഇവരുടെ തീരുമാനത്തിൽ എന്തായിരുന്നു തെറ്റ് പറ്റിയത്? അങ്ങനെ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അവർക്ക് തന്നെ ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്ന സമയം. അതാണ് ആ ഒരു ഹാങ്ഡ് മാനിൽ കാണിക്കുന്നത്. കാഴ്ചപ്പാടുകൾക്കെല്ലാം വ്യത്യസ്തത വരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവർ വളരെ പോസിറ്റീവായ രീതിയിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള വ്യൂവിലൂടെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഒരു സ്പാർക്ക് ആണ് മനസ്സിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം അവർക്ക് വരുന്നത് കൊണ്ടിട്ടും
അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മകൾ അവർക്കൊരു സന്തോഷമാണ് നൽകുന്നത്. ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ അവർ ഇഷ്ടപ്പെടാതെ പോയ വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര എന്തൊക്കെയോ ആണ് എന്നൊക്കെ കരുതിയിരുന്ന ഒരു വ്യക്തികളാണ്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ സത്യസന്ധത, അതെല്ലാം തന്നെയായിരിക്കാം യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണിലേക്ക് ഈ രീതിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മനസ്സ് ഈ ഒരു സമയത്ത് ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ ഓർത്തിട്ട്. അപ്പൊ അതൊരു ടെലിപ്പതി കണക്ഷൻ പോലെ അവരിലേക്ക് എഫക്ട് ചെയ്യാണ്. അപ്പൊ അവരുടെ എനർജിയും വൈബ്രേറ്റ് ആവുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് ഇപ്പോൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു സിങ്ക് ഉള്ള വ്യക്തികളാണ്, എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട് പരസ്പരം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എല്ലാ രീതിക്കും നിലച്ചു പോയ ഒരു ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സമയത്തെങ്കിൽ പോലും ഒരു ക്ലാരിറ്റി ഒക്കെ തോന്നുന്നതും ചിന്താഗതികളിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും. എല്ലാ രീതിക്കും അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഇവരോടും ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കാം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത്. പക്ഷെ അതെല്ലാം ആ ഒരു പ്രശ്നം നടന്ന സമയത്തെ കാര്യങ്ങളായിരിക്കാം എന്നുള്ള രീതിക്ക് എടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഇപ്പൊ ഒരു ഈഗോ ഒക്കെ ഉള്ള വ്യക്തികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ഈഗോയിലൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തില്, നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ. ഈ ഒരു ട്രൂ ആയിട്ടുള്ള ആ ഒരു ലവിനെ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്നേഹത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ രീതിക്കും ഒരു സപ്പോർട്ടായിട്ട് കടന്നു വരണം. ഇനിയെങ്കിലും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്പെറൻസി അത് നിലനിർത്തണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. എല്ലാ രീതിയിലും ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. തടസ്സങ്ങൾ, തേർഡ് സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. തടസ്സങ്ങൾ ഇനി എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ പോലും ചിലവരുടെ കാര്യത്തിൽ ജെന്യുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്ത് തടസ്സമാണെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ സത്യസന്ധതയെ വിശ്വസിച്ചുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജിയിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് അവരുടെ ഫീലിങ്സ് എന്നുള്ളത് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും സൺ എനർജി ആണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിലേക്ക്, ഒരു സമൃദ്ധിയിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം. അവര് തന്നെ ഇപ്പൊ നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സ്വപ്നങ്ങളിലൊക്കെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മുന്നോട്ടേക്ക് എങ്ങനെ ആയിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് അവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ആ ഒരു ട്രാൻസ്പെറൻസി ആദ്യം കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു സമയത്ത് നിങ്ങൾക്കൊരു പില്ലർ ആയിട്ടായിരിക്കും അവർ നിന്നിരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പില്ലർ ആയിട്ട് വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ ആ ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കണം. അതുപോലെ നിങ്ങളിലേക്ക് എല്ലാ ഇമോഷൻസും അവരുടെ പ്രകടിപ്പിക്കണം. ഇപ്പൊ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ നിരന്തരമായിട്ടൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇവരെ ഓർക്കാതിരിക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് ഇവരുടെ ഓർമ്മകൾ, ഒരു ബന്ധവുമില്ലാതെ പെട്ടെന്ന് ഇവരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരിക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ഇവരും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ഇവരുടെ എനർജിയിലേക്ക് ഇവരും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഡ്രീം ചെയ്യുന്ന എനർജിയാണത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിന്റെ വാതിലുകൾ അത് എല്ലാ രീതിയിലും അവർ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നിടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എത്രയും വേഗം അവരുടെ ലൈഫിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ലവ് ലാംഗ്വേജസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക, നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ കണക്ഷൻ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ ഓർക്കുന്നുണ്ട് ഈ ഒരു ടൈമില്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ എന്തായാലും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സുകൊണ്ട് അവർ തന്നെ അവരിലും ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കും ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ ആണ് ആ ഒരു റീബർത്ത് എന്ന് പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ റീബർത്ത് ആണ്, രണ്ട് എനർജിയിലാണെന്നുണ്ടെങ്കിൽ റീബർത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതും എല്ലാ രീതിക്കും ആ ഒരു കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു
ഏറ്റുപറച്ചിൽ എന്ന് പറയുമ്പോഴേക്ക് ഇവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്താണെങ്കിലും രണ്ടുപേരും പരസ്പരം തുറന്ന് സംസാരിക്കണം. അതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ആവശ്യം ഇനിയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സംസാരിക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലെ ആ ഒരു ബാലൻസിങ് കൈവരാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിന്റെ മുന്നോട്ടേക്കുള്ള കാര്യത്തിലുള്ള കീ എന്ന് പറയുന്നത്, ആ ഒരു ലോക്കിന്റെ കീ എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൈകളിലാണ്. അത് പുറത്തുള്ള ഒരാളുടെ കയ്യിലല്ല എന്നുള്ളത് ഇവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ വീണ്ടും ആ ഒരു commitment, ഒരു recommitment നിങ്ങൾക്ക് നൽകുക. ഒരു സമയത്ത് അവർ commitment ഒക്കെ നൽകിയിരുന്ന വ്യക്തികളാണ്. അതൊക്കെ അവർ വാക്ക് തെറ്റിച്ച് മാറിപ്പോയി. അപ്പൊ വീണ്ടും അതേ commitment ഓടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു history എന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പഴയ കാലങ്ങളെല്ലാം വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ആ ഒരു soul bridge വീണ്ടും പണിതെടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഒരു connection കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹത്തോടു കൂടി വളരെ positive ആയിട്ട് എല്ലാ രീതിക്കും അവരിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ രീതിക്കൊക്കെയാണ് നിങ്ങളുടെ person ന്റെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ feel ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു reading ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു reading നിങ്ങൾക്ക് എത്ര പേർക്ക് resonate ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു energy connect ചെയ്യാൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു positive ആയിട്ടുള്ള energy നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു strong bonding നായിട്ട് തന്നെ നിങ്ങൾക്ക് claim ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ reading മായിട്ട് connect ചെയ്യുന്ന കുറച്ച് clues കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ person ആയിട്ടും നിങ്ങളുടെ relationship ആയിട്ടും clues എത്രത്തോളം connected ആണെന്നുള്ളതൊന്ന് check ചെയ്യുക. H എന്നൊരു letter വന്നിട്ടുണ്ട്. ഉത്രട്ടാതി, Aries, Aquarius, V എന്നൊരു letter, December month, October, D എന്നൊരു letter, 22, Gemini, മകം നക്ഷത്രം, ഡിസംബർ വീണ്ടും വന്നിട്ടുണ്ട്. S എന്നൊരു letter, പൂരാടം, ചിത്തിര, P എന്നൊരു letter, Capricorn, മൂലം എന്നൊരു star, ഓഗസ്റ്റ് month, 28, ആയില്യം എന്നൊരു star, 1990, M എന്നൊരു letter, R എന്നൊരു letter, ഉത്രം, P എന്നൊരു letter, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സെപ്റ്റംബർ എന്നൊരു month ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു clues ആയിട്ട് വന്നിരിക്കുന്നത്. clues മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന energies, situations എല്ലാം നിങ്ങൾ connect ചെയ്ത് നോക്കുക. resonate ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് comment ചെയ്ത് അത് അറിയിക്കുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു reading ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.